ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 52 മുതലുള്ള ശ്ലോകങ്ങളാണ് നോക്കാനുള്ളത്. 52 ശ്ലോകം. അപുഷ്പാകാകവന്ധ്യാച വന്ധ്യായാച മൃതാർഭക സ്രവദ്ഗർഭാച യാ നാരി തയാ ശ്രാവ്യാ പ്രയത്നതഃ. അപുഷ്പ എന്ന് പറഞ്ഞാൽ പുഷ്പിക്കാത്തവളെ. ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ ആരൊക്കെ കേൾക്കണമെന്നുള്ള കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഈ ശ്ലോകത്തിൽ ഏതേത് തരത്തിലുള്ള സ്ത്രീകളാണ് ഇനി ഇത് കേൾക്കേണ്ടത് എന്ന് പറയുകയാണ്. അപുഷ്പ എന്ന് പറഞ്ഞാൽ പുഷ്പിണിയാകാത്തവൾ എന്ന് പറഞ്ഞാൽ വേണ്ട കാലത്തിൽ ശരിയായ പ്രായത്തിൽ ഋതുവാകാത്തവൾ. കാകവന്ധ്യ എന്ന് പറഞ്ഞാൽ ഒരു തവണ മാത്രം പ്രസവിച്ചിട്ട് പിന്നെ പ്രസവിക്കാതെ ഇരിക്കുന്ന സ്ത്രീകൾ. ച വന്ധ്യ, പിന്നെയോ വന്ധ്യയായിട്ടുള്ളവൾ, കുട്ടികളില്ലാത്തവൾ, ഇല്ലാത്ത സ്ത്രീകൾ, പ്രസവിച്ചിട്ടില്ലാത്ത സ്ത്രീകൾ. മൃത അർഭക, മൃത അർഭക, അർഭകൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, അതായത് മരിച്ച കുഞ്ഞുങ്ങളെ പ്രസവിച്ചവൾ, അല്ലെങ്കിൽ പ്രസവിച്ച കുഞ്ഞുങ്ങളൊക്കെ മരിച്ചുപോയവർ. രണ്ടർത്ഥത്തിലും അത് ശരിയാണ്. സ്രവദ്ഗർഭ, അതുപോലെ ഗർഭം സ്രവിച്ചു പോയവൾ അഥവാ അലസിപ്പോയവൾ. ച യാ നാരി തയാ ശ്രാവ്യാ പ്രയത്നതഃ. യാ നാരി, ഇങ്ങനെയുള്ള ഏതേതൊക്കെ സ്ത്രീകൾക്കാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവരൊക്കെയും തയാ ശ്രാവ്യാ പ്രയത്നതഃ, അവരൊക്കെ വളരെ പ്രയത്നിച്ചിട്ടാണെങ്കിലും ശ്രാവ്യ ഇത് കേൾക്കേണ്ടതാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അപുഷ്പാകാകവന്ധ്യാച വന്ധ്യായാച മൃതാർഭക സ്രവദ്ഗർഭാച യാ നാരി തയാ ശ്രാവ്യാ പ്രയത്നതഃ. പൊതുവെ എളുപ്പമുള്ള ശ്ലോകമാണ്. പ്രയത്നത എന്നുള്ള ഒരു വാക്കിൻ്റെ അറ്റത്ത് വിസർഗം വരുന്നുണ്ട്, അതുകൊണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 53 ശ്ലോകമാണ്. ഏതേഷു വിധിനാശ്രാവേ തദക്ഷയതരം ഭവേത് അത്യുത്തമാ കഥാ ദിവ്യാ കോടിയജ്ഞഫലപ്രദാ. ഏതേഷു വിധിനാശ്രാവേ, ഈ മുകളിൽ പറഞ്ഞ വിധിപ്രകാരം ശ്രവണം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തദക്ഷയതരം ഭവേത്, അത് അക്ഷയമായിട്ടുള്ള ഫലത്തെ തന്നെ നമുക്ക് തരും എന്ന് പറഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന ഫലം അതിന് ഒരിക്കലും നാശമുണ്ടാവുകയില്ല. കാരണം ആ ഫലം ബാഹ്യമായിട്ടുള്ള ഫലമല്ല, ആന്തരികമായി കിട്ടുന്ന ഒരു ഉയർച്ചയാണ്, ഒരു മേന്മയാണ്, മഹത്വമാണ്, ഒരു ആത്മസംതൃപ്തിയാണ്, നിർവൃത്തിയാണ്. അതിനൊരിക്കലും ക്ഷയമുണ്ടാവുകയില്ല. എങ്ങനെ? വേണ്ട വിധത്തിൽ മുൻപ് പറഞ്ഞ വിധിപ്രകാരം ഭാഗവത കഥ കേൾക്കുകയാണെങ്കിൽ. അത്യുത്തമ കഥാദിവ്യ കോടിയജ്ഞ ഫലപ്രദ. ഈ അത്യുത്തമമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠതരമായിട്ടുള്ള ഈ ദിവ്യമായിട്ടുള്ള കഥ കേൾക്കുന്നതിലൂടെ, ഈ കഥാശ്രവണം നടത്തുന്നതിലൂടെ, തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞത് അക്ഷയമായിട്ടുള്ള ഫലത്തെ തരുമെന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോടിയജ്ഞ ഫലപ്രദ, കോടിയജ്ഞം ചെയ്താലുണ്ടാകുന്ന ഫലമാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു യജ്ഞം പോലും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയത്നകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ കോടിയജ്ഞം ചെയ്ത ഫലം വേണ്ട വിധത്തിൽ വിധിപ്രകാരം ഭാഗവത കഥ കേൾക്കുന്നത് കൊണ്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അത്യുത്തമമായിട്ടുള്ളത് തന്നെയാണ് ഈ കഥ. ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏതേഷു വിധിനാശ്രാവേ തദക്ഷയതരം ഭവേത് അത്യുത്തമാ കഥാ ദിവ്യാ കോടിയജ്ഞഫലപ്രദാ. ഇവിടെ പാഠഭേദത്തിൽ ചില ഗ്രന്ഥങ്ങളിൽ ഏതേഷു എന്നുള്ളതിന് ഏതേന ഇങ്ങനെയും കാണാറുണ്ട്. രണ്ടും വായിക്കാവുന്നതാണ്. പിന്നെ തദക്ഷയതരം, അത് തത് അക്ഷയതരമാണ്. ദായുടെ ആകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 54 ശ്ലോകമാണ്.
ഏവം കൃത്വാ വ്രതവിധിമുദ്യാപനമഥാചരേത് ജന്മാഷ്ടമീ വ്രതമിവ കർത്തവ്യം ഫലകാംക്ഷിഭിः. ഏവം കൃത്വാ, ഇപ്രകാരം, കൃത്വ എന്ന് പറഞ്ഞാൽ ചെയ്താൽ അഥവാ ചെയ്യുന്നുവോ, എന്ത്? വ്രതവിധിമുദ്യാപനമഥാചരേത്, വിധിപ്രകാരം വ്രതമനുഷ്ഠിക്കുന്നവർ സാധാരണ നമ്മൾ പറയാറുണ്ട് അതിൻ്റെ ഫലം പൂർണ്ണമാകണമെങ്കിൽ ഉദ്യാപനം നടത്തണമെന്ന് പറയാറുണ്ട്. ഇവിടെ പറയുകയാണ്, എന്നാൽ നിയമാനുസരണം ജന്മാഷ്ടമി വ്രതമിവ കർത്തവ്യം ഫലകാംക്ഷിഭിः. ഈ ജന്മാഷ്ടമി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വ്രതത്തെ ഏതു പ്രകാരമാണോ ആരംഭിച്ച് അവസാനിപ്പിക്കുന്നുവോ ആ വിധം ഭാഗവത കഥാശ്രവണത്തെയും അങ്ങനെ ഒരു ദീക്ഷയും ആരംഭിച്ച് അവസാനിപ്പിക്കണം. അതായത് അതിൻ്റെ പൂർണ്ണ ഫലത്തെ ആഗ്രഹിക്കുന്നവർ, ഫലകാംക്ഷിഭിः. എന്ന് പറഞ്ഞാൽ ഈ ഭാഗവത കഥയും ഒരു വ്രത അനുഷ്ഠാനം തന്നെയാണ്. അത് വേണ്ട വിധത്തിൽ വിധിപ്രകാരം അത് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി പോലെയുള്ള ഏകദിന വ്രതത്തിലൊക്കെ നടത്തുന്ന അതേ രീതിയിൽ തന്നെ വേണ്ട വിധത്തിൽ അത് വിധിപ്രകാരം നമ്മൾ ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ അനുവർത്തിച്ച് വേണം ഭാഗവത കഥയെ കേൾക്കുവാൻ. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ ഫലത്തെ ലഭിക്കുക തന്നെ ചെയ്യും. ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം കൃത്വാ വ്രതവിധിമുദ്യാപനമഥാചരേത് ജന്മാഷ്ടമീ വ്രതമിവ കർത്തവ്യം ഫലകാംക്ഷിഭിः. ഇവിടെ ഫലകാംക്ഷിഭിः, അവിടെ വിസർഗമുണ്ട്, ഇകാരമുണ്ട്, ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ വ്രതവിധിമുദ്യാപനമഥാചരേത്, വ്രതവിധിം ഉദ്യാപനം അഥ ആചരേത്, 4 വാക്കുകളുണ്ട്, ശ്രദ്ധിച്ചു വായിക്കുക. അതുപോലെ ഉദ്യാപനം അഥാചരേത് മായ്ക്കകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 55-ാമത്തെ ശ്ലോകമാണ്. അകിഞ്ചനേഷു ഭക്തേഷു പ്രായോ നോദ്യാപനാഗ്രഹ ശ്രവണേനൈവ പൂതാസ്തേ നിഷ്കാമാ വൈഷ്ണവായത. അകിഞ്ചനേഷു ഭക്തേഷു, ഭക്തന്മാര് എങ്ങനെയുള്ള? അകിഞ്ചനേഷു, വിരക്തന്മാരായിട്ടുള്ള ഭക്തന്മാർ, യാതൊന്നിനോടും ആഗ്രഹമില്ലാത്തതായിട്ടുള്ള ഭക്തന്മാർ. നമ്മൾ ഗോപസ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് അവരൊക്കെ അങ്ങനെ അകിഞ്ചനകളായിരുന്നു. അതായത് അവർക്ക് യാതൊന്നിനോടും ആഗ്രഹം വെച്ചിട്ട് ഭഗവാനെ സ്നേഹിച്ചവരോ സേവിച്ചവരോ അല്ല, ഭഗവാൻ മാത്രമായിരുന്നു അവർക്കെല്ലാം. അങ്ങനെ ഭഗവാനെ സേവ ചെയ്തിരുന്നവരാണ്. അപ്പോൾ അതുപോലെ അകിഞ്ചനന്മാരായിട്ടുള്ള വിരക്തന്മാരായിട്ടുള്ള ഭക്തന്മാർക്ക് പ്രായോ നോദ്യാപനാഗ്രഹ, അവർക്ക് ന ഉദ്യാപന ആഗ്രഹ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉദ്യാപനം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വൈഷ്ണവ ഭക്തന്മാർ അല്ലെങ്കിൽ വിരക്തന്മാരായിട്ടുള്ള ശരിയായ ഭക്തന്മാരാകട്ടെ ഈ ധനാദി വസ്തുക്കളെ ഒന്നും തന്നെയും ആഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാരബ്ധമായി വന്നു ചേർന്ന ഈ ജന്മത്തെ അവരൊന്നും ആഗ്രഹിക്കാതെ ഒന്നും സ്വീകരിക്കാതെ ഭഗവത് വിചാരത്തിൽ കഴിച്ചുകൂട്ടി ഈ ജന്മത്തെ, പ്രാരബ്ധത്താൽ കിട്ടിയ ഈ ജന്മത്തെ തീർക്കുന്നതിന് വേണ്ടി സദാ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉദ്യാപന വിധി ബാധകമല്ല. ശ്രവണേന ഇവ പൂതാസ്തേ, ശ്രവണം ശ്രവണേന ഐവ ഏവ, ശ്രവണേന എന്ന് പറഞ്ഞാൽ ശ്രവണം കൊണ്ട് ഏവ തന്നെ, അതുകൊണ്ട് അതൊന്നുകൊണ്ട് തന്നെ പൂതാസ്തേ, പൂത എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക, പൂതാസ്തേ അവരൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു. നിഷ്കാമ വൈഷ്ണവായതഃ,
അവരൊക്കെ നിഷ്കാമന്മാരായിട്ടുള്ള യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ശരിയായ വൈഷ്ണവ വിഷ്ണു ഭക്തന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉദ്യാപനം അനുഷ്ഠിക്കേണ്ടതില്ല. ഇനി അടുത്തത് 56-ാമത്തെ ശ്ലോകം. ആ ശ്ലോകം നമ്മളൊന്നുകൂടെ വായിച്ചില്ല. അകിഞ്ചനേഷു ഭക്തേഷു പ്രായോ നോദ്യാപനാഗ്രഹ ശ്രവണേനൈവ പൂതാസ്തേ നിഷ്കാമാ വൈഷ്ണവായത. നോദ്യാപനാഗ്രഹ, അവിടെ വിസർഗമുണ്ട്. അതുപോലെ തന്നെ ഉദ്യാപന ആഗ്രഹമാണ്, ശ്രദ്ധിക്കുക. ഇപ്പം പദം പിരിക്കണ്ട അവിടെ. പിന്നെ അടുത്തത് യത, അവിടെയും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി 56-ാമത്തെ ശ്ലോകമാണ്. ഏവം നഗാഹ യജ്ഞേസ്മിൻ സമാപ്തേ ശ്രോതൃഭിസ്തദാ പുസ്തകസ്യ ച വക്തുശ്ച പൂജാ കാര്യാതിഭക്തിത. ഏവം നഗാഹ യജ്ഞേസ്മിൻ, ഇപ്രകാരം നഗാഹ യജ്ഞേസ്മിൻ, അതായത് നമ്മൾ ഈ സപ്താഹയജ്ഞം സമാപ്തമായി കഴിഞ്ഞാൽ, സമാപ്തേ ശ്രോതൃഭിസ്തത, ഇത് കേട്ടവരെല്ലാം ശ്രോതൃക്കളായിട്ടുള്ളവരൊക്കെയും അതിനുശേഷം എന്താ വേണ്ട? പുസ്തകസ്യ ച വക്തുശ്ച പൂജാ കാര്യാതിഭക്തിത, ഈ ശാസ്ത്രത്തെയും അതേപോലെ തന്നെ വായിച്ചു കേൾപ്പിച്ച ആചാര്യനെയും ഒക്കെയും ഭക്തിയോടുകൂടി പൂജിക്കണം. അതേപോലെ ഇങ്ങനെയുള്ളവർക്ക് ഭഗവത കഥ, ഭഗവാന്റെ കഥ പറഞ്ഞു തരുന്നവർക്ക് ധനധാന്യാദികൾ, അത് ഭൂമിയാകാം, വസ്തുവാകാം, സമ്പത്താകാം, ഏത് തരത്തിലും മുമ്പൊക്കെ ഗോക്കളെയൊക്കെ ദാനം ചെയ്ത് അവരെയൊക്കെ സന്തോഷിപ്പിക്കണം. പിന്നെയോ പുസ്തകസ്യ ച വക്തുശ്ച, ഈ ഭാഗവതം വായിക്കുന്ന ആചാര്യനിൽ പൂജാ കാര്യ അതിഭക്തിത. ഈ ആചാര്യൻ എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു നിയോഗം വന്നു ചേർന്നത് തന്നെ ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു നിയോഗം വന്നു ചേർന്നവരെ ഭഗവാന് തുല്യരായി കണ്ടുകൊണ്ട് പൂജിക്കണം. അതിഭക്തിത എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് അത്രമാത്രം ഭക്തിയോടുകൂടി വേണം അവരെ പൂജിക്കേണ്ടത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം നഗാഹ യജ്ഞേസ്മിൻ സമാപ്തേ ശ്രോതൃഭിസ്തദാ പുസ്തകസ്യ ച വക്തുശ്ച പൂജാ കാര്യാതിഭക്തിത. അപ്പോൾ ആ പുസ്തകത്തെയും ഭാഗവതം എന്ന ഗ്രന്ഥത്തെയും ഭാഗവത കഥ പറയുന്ന ആചാര്യനെയും വേണ്ട വിധത്തിൽ ഈ സപ്താഹയജ്ഞം അല്ലെങ്കിൽ കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർ ഈ 7 ദിവസത്തെ സപ്താഹ ശ്രവണത്തിന് ശേഷം വേണ്ട വിധത്തിൽ പൂജ ചെയ്യണം. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യാതിഭക്തിത, അതിഭക്തിത, അതുപോലെ വിസർഗമുണ്ട്, അവിടെയും ശ്രദ്ധിക്കുക. പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 57-ാമത്തെ ശ്ലോകമാണ്. പ്രസാദ തുളസീമാല ശ്രോതൃഭ്യശ്ചാധീയതാം മൃദംഗതാളലളിതം കർത്തവ്യം കീർത്തനം യതഃ. പ്രസാദ തുളസീമാല, തതഃ എന്ന് പറഞ്ഞാൽ അനന്തരം. അപ്പോൾ അതിനുശേഷം ശ്രോതൃഭ്യശ്ച അഥ, അനന്തരം ശ്രോതൃഭ്യ ച എന്ന് പറഞ്ഞാൽ ശ്രോതൃജനങ്ങൾക്ക് പ്രസാദ തുളസീമാല, പ്രസാദമായിട്ട് തുളസീമാല മുതലായവയെ ദീയതാം നൽകണം. മൃദംഗ താളലളിതം, പിന്നെ മൃദംഗം, താളം മുതലായവയോടുകൂടി കർത്തവ്യം കീർത്തനം തത, വളരെ മനോഹരമായിട്ടുള്ള ശ്രീഹരി ഭഗവാന്റെ കീർത്തനങ്ങൾ ചെയ്യുകയും വേണം. അപ്പോൾ ഭക്തന്മാർ എന്ത് ചെയ്യണം, കേട്ടവരെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഇത് കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കളായിട്ടുള്ള ഭക്തജനങ്ങളെ
ഏത് വിധത്തിലാണ് തിരിച്ചാദരിക്കേണ്ടതെന്നാണ് പറയുന്നത്. അവർക്ക് തുളസിമാല അല്ലെങ്കിൽ തുളസി ഇല ഇട്ടതാണെങ്കിലും തുളസിമാലയോടുകൂടി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തുടങ്ങിയവ പ്രസാദമായി നൽകണം. അങ്ങനെ അവരെയും തിരിച്ചാദരിക്കണം. കഴിഞ്ഞില്ല, അതിനുശേഷം മൃദംഗം, താളം തുടങ്ങിയവയുടെയൊക്കെ അകമ്പടിയോടുകൂടി ശ്രീഹരി ഭഗവാനെ കീർത്തിക്കുകയും വേണം. 57ാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രസാദ തുളസീമാല ശ്രോതൃഭ്യശ്ചാധീയതാം മൃദംഗതാളലളിതം കർത്തവ്യം കീർത്തനം തഥാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തഥ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 58ാമത്തെ ശ്ലോകമാണ്. ജയശബ്ദം നമഃശബ്ദം ശംഖശബ്ദം ചകാരയേത് വിപ്രേഭ്യോ യാചകേഭ്യശ്ച വിത്തമന്നം ച ദീയതാം. ജയശബ്ദം നമഃശബ്ദം ശംഖശബ്ദം ചകാരയേത്. ഭഗവാന് ജയ പറയണം, ജയ ജയ, ഭഗവാൻ ജയിക്കട്ടെ. പിന്നെയോ നമഃശബ്ദം, ഭഗവാനെ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന നമോ ഭഗവാനെ, ഓം നമോ ഭഗവതേ എന്നുള്ള നമഃശബ്ദം അവിടെ ഉയരണം. ശംഖശബ്ദം ഉയരണം, ഭഗവാനെ അവിടുത്തെ പ്രീതിക്കായിക്കൊണ്ട് ശംഖനാദം മുഴക്കണം. വിപ്രേഭ്യോ യാചകേഭ്യശ്ച, പിന്നെയോ വിപ്രന്മാർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്കും യാചകേഭ്യ യാചകർക്കും വിത്തം അന്നം ച ദീയതാം, അന്നത്തെ നൽകണം, ഭക്ഷണം നൽകണം. വിത്തം എന്നാൽ ധനം, അവർക്ക് വേണ്ട രീതിയിലുള്ള ദക്ഷിണ അത് ധനമായിട്ടും നൽകണം. അപ്പോൾ ആരെയും നോക്കൂ, ഇവിടെ ബ്രാഹ്മണരെന്നോ യാചകരെന്നോ യാതൊരു ഭേദവും കാണിക്കരുത്. ആ വേദിയിൽ ഭഗവാന്റെ കഥ കേട്ടവർ കേൾക്കുന്നവരൊക്കെയും ഒരേ തലത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രാഹ്മണർക്കും ദരിദ്രരായിട്ടുള്ളവർക്കും അന്നവും ധനവും കൊടുത്ത് അവരെ ആദരിക്കണം. ഭഗവാന് സദാ ആ വേദിയിൽ നിന്നും സപ്താഹം കഴിഞ്ഞാലും എപ്പോഴും ഉയർന്നു കേൾക്കേണ്ടത് ഭഗവാന് ജയ് വിളിക്കുന്ന ശബ്ദമായിരിക്കണം, ഭഗവാന് നമഃ പറയുന്ന ശബ്ദമായിരിക്കണം. പിന്നെയോ ശംഖനാദങ്ങൾ ഉയരണം. ഇതൊക്കെയാണ് സപ്താഹം കഴിഞ്ഞാലും ആ വേദികളിൽ ഇതൊക്കെ നടക്കണമെന്ന് പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജയശബ്ദം നമഃശബ്ദം ശംഖശബ്ദം ചകാരയേത് വിപ്രേഭ്യോ യാചകേഭ്യശ്ച വിത്തമന്നം ച ദീയതാം. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിത്തം അന്നമാണ്, വിത്തമന്നം, അവിടെ മായുടെ ആകാരം ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ നമഃ ശബ്ദം, ഇടയ്ക്ക് വിസർഗമുള്ളത് കൊണ്ട് പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 59ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.